ഞാൻ സംബന്ധിച്ചു നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ വരുന്നത് നല്ല ലൈറ്റ് ആയിട്ടൊരു പൗഡർ ലാവൻഡർ എന്ന് പറയാം കേട്ടോ. അത്രയും ലൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. കളർ ചാർട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഇങ്ങനെ കൊതിയാവും, അത്രയും നല്ല ലൈറ്റിൽ തന്നെ നല്ല കളർ ചാർട്ട്. പിന്നെ ഒരു വർക്കിൻ്റെ ഉണ്ട് കേട്ടോ. ഈ ഒരു ടൈപ്പ് വർക്ക് നമുക്ക് നേരത്തെ വന്നുകൊണ്ടിരുന്ന എല്ലാം ഒരു 3000 എബോവ് റേറ്റിലായിരുന്നു. അപ്പോൾ അതേ രീതിയിൽ തന്നെ നമുക്ക് റേറ്റ് വളരെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ഒരു ഐറ്റം ഇത്. അപ്പോൾ ഇതിന് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കളറും മെറ്റീരിയലും ഒക്കെ നല്ല കേട്ടോ. നമ്മുടെ ക്രഷ്ഡ് ടിഷ്യൂ ഇല്ലേ, അതിൻ്റെ തന്നെ ഗോൾഡൻ ആ ഒരു തിളക്കം ഇല്ലാത്ത രീതിയിലാണ് ഇത് ചെയ്തെടുത്തേക്കുന്നത്. അതിൻ്റെ എന്തായാലും ഒരു രസം കേട്ടോ കാണാനായിട്ട്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല കേട്ടോ. നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ക്രഷ്ഡ് ടിഷ്യൂവിൻ്റെ തന്നെ ഒരു കുറച്ചുകൂടെ ഭംഗിയുള്ളൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ദുപ്പട്ട പ്ലെയിൻ ആയിട്ട് കൊടുത്തേക്കുന്നത്. കാരണം ടോപ്പിൻ്റെ ആ ഒരു ഭംഗി പോകാതെ ദുപ്പട്ട ഇതുപോലെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതാണ് നല്ലത്. ഇത് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് തയ്ച്ചെടുക്കാനും നല്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ അടുപ്പിച്ചിട്ടാൽ മതി. ചുമ്മാ നെക്കിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വൺ സൈഡ് ചുമ്മാ അങ്ങിടുന്നതാണെങ്കിലും കാണാൻ ഭംഗിയായിരിക്കും. ടോപ്പ് ഒന്ന് ഞാൻ അടുപ്പിച്ച് കാണിക്കാം. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കിത് പിടിച്ച് ശരിക്കും കാണിക്കാൻ പറ്റുന്നില്ല. ഇതുപോലെയാണ് നെക്ക് പോർഷൻ വരുന്നത്. നല്ല നെക്കാട്ടോ. ഇങ്ങനെ വന്ന് തയ്ച്ചെടുക്കുന്നത് നല്ല രസമാണ് കാണാൻ. പിന്നെ ലൈനിങ്ങും ഉണ്ട്, അതുകൊണ്ട് കറക്റ്റ് കളർ തന്നെ നിങ്ങൾക്ക് തയ്ക്കുമ്പോഴും കിട്ടും. കളറിന് ചിലപ്പോൾ ചിലതിൻ്റെ അകത്ത് ചെറിയ വേരിയേഷൻ കാണുമായിരിക്കും, പക്ഷേ ഇത് ഭയങ്കര രസമായിട്ട് ഈ കളർ കാണാനായിട്ട്. തീരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ലാവൻഡർ ഷെയ്ഡ്. അതിൻ്റെ ഭംഗി എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്രയും രസമായി കളർ കാണാൻ. മെറ്റീരിയലിൻ്റെ ഉണ്ട് കേട്ടോ. നമ്മൾ ക്രഷ്ഡ് ടിഷ്യൂവിൽ തന്നെ അത്രയും ഭംഗിയുള്ളൊരു മെറ്റീരിയൽ. പിന്നെ ലേസ് വർക്കും നല്ല അടിപൊളിയാണ്. പിന്നെ ഫുൾ എംബ്രോയ്ഡറി ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് അകത്തോട്ട് മൊത്തത്തിൽ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്പർ W916, റേറ്റ് 1390 ഉള്ളൂ കേട്ടോ. 1390. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല ലൈറ്റ് ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളറാട്ടോ. ഇത് ശരിക്കും നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് എൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. ഇതെന്ത് രസമാണെന്ന് പറയുന്നത് ഇത് കാണാനായിട്ട്. നല്ല ലൈറ്റ് ഷെയ്ഡിൽ നല്ല രസമാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് ബ്ലൂ കളർ കൂടുതൽ കാണിക്കുന്നുണ്ട്, പക്ഷേ നേരിട്ട് കുറച്ച് നല്ല ഒരു ഗ്രീനിഷ് ബ്ലൂ കളറാട്ടോ. എന്തായാലും ബ്ലൂ ആയിട്ടിരുന്നാലും ഗ്രീൻ ആയിട്ടിരുന്നാലും കാണുന്നതിനേക്കാളും നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണിത്. സെയിം കളർ ദുപ്പട്ട കേട്ടോ. ഡൈയിങ് ഒക്കെ അത്രയും നോക്കിയാണ് കറക്റ്റായിട്ട് നല്ല കറക്റ്റ് ഒരു കളർ തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. ബോട്ടവും ലൈനിങ്ങും ഈ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് തയ്ക്കുമ്പോഴും കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ലൈറ്റായിട്ട് വന്നതിൻ്റെ അകത്ത് ഇത്ര ഭംഗിയായിട്ടൊരു ചാർട്ട് ഞാൻ കണ്ടിട്ടില്ല. അത്ര രസമാണ് ഇത് കാണാൻ. ഫുള്ള് വർക്കും ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ വർക്കിൻ്റെയും ഈ ലേസിൻ്റെ ഒക്കെ ഒരു ഭംഗി കൂടുതലുണ്ട്. മെറ്റീരിയലിൻ്റെ ഉണ്ട് കേട്ടോ. ബോട്ടം ലൈനിങ്ങും ഉണ്ട്. ഇതിൻ്റെ നമ്പർ വരുന്നത് W920, റേറ്റ് 1390. അടുത്ത് ലൈറ്റ് പീച്ച് കളർ, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ലൈറ്റ് ആട്ടോ, പക്ഷേ അടിപൊളിയാണ് കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള വർക്കും കുഞ്ഞായിട്ട് ഒരു സീക്വൻസ് വർക്കും പോയിട്ടുണ്ട്. ഇതിൻ്റെ ലേസ് വർക്ക് നിങ്ങൾ നോക്കിയാൽ അറിയാം, അത്ര നല്ല ലേസ് ആട്ടോ. ഈ ടൈപ്പ് ക്രോഷ്യയുടെ ലേസിന് നല്ല റേറ്റ് ആകും. അതിൻ്റെ തന്നെ കൂടിയതും കുറഞ്ഞതും ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല കൂടിയ ഫാബ്രിക്കാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആ ഒരു സെൻറ്ററിലത്തെ ഡിസൈനും കാണാൻ നല്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് ലൈനിങ് കൂടെ വരുന്നുണ്ട്. ബാക്കി എല്ലാം സെയിം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിതിങ്ങനെ മടക്കി കേട്ടോ വെച്ചേക്കുന്നത്. ഈ നെക്ക് നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ കാണിക്കാൻ പറ്റില്ല, തയ്ച്ചാലേ അതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ ഏകദേശം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടാട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ട ടോപ്പിൻ്റെ ഭംഗി പോകാതെ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷേ നല്ല ഫാബ്രിക് ആട്ടോ, കൂടിയ മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും നല്ല മെറ്റീരിയലാണ്. നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. ബോട്ടം വിത്ത് ലൈനിങ്ങും ഉണ്ട്. നമ്പർ വരുന്നത് W919, റേറ്റ് 1390. ഇത് ലൈറ്റ് പിസ്ത ഗ്രീൻ്റെ ഷെയ്ഡാണ് കേട്ടോ. ഇതിന് എല്ലാ ഷെയ്ഡ്സും എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സാണ്. നോർമലി ഇങ്ങനെ തീരെ ലൈറ്റ് കളേഴ്സ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ നോക്കാറില്ല, പക്ഷെ എന്നാലും ഇതിൻ്റെ കളർ ചാർട്ട് ഒരു രക്ഷയില്ല. നമുക്ക് ലൈറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും അത്രയും ഇഷ്ടപ്പെടും. അത്രയും രസമാണ് മെറ്റീരിയൽ അത് കാണാനായിട്ട്. ഞാൻ പറയാം, ക്രഷ്ഡ് ടിഷ്യൂ എന്ന് പറഞ്ഞാലും ആ ഒരു ഗ്ലേസിങ് ഇല്ല, പക്ഷേ കുറച്ച് ഇരട്ടി ഭംഗി കിട്ടിയ പോലെ ഒരു തോന്നൽ. പിന്നെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബോട്ടം വിത്ത് ലൈനിങ് ആണ്. ദുപ്പട്ട ഇത് നല്ല ലെങ്ത് ആട്ടോ. നല്ല പ്യോർ ഷിഫോണാണ് ഫാബ്രിക് വരുന്നത്. നമ്പർ W917, റേറ്റ് 1390. ലാസ്റ്റ് കളർ വരുന്നത് ഇത് ലൈറ്റ് ഓനിയൻ പിങ്കിൻ്റെ ഷെയ്ഡാട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഇതും സെയിം തന്നെ, വർക്കും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ആ ഒരു കാണാനുള്ള ഭംഗി അതുപോലെ തന്നെ എല്ലാം ഒരേപോലെ തന്നെ ഭംഗിയായിട്ടുള്ള കളേഴ്സാണ്. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. നല്ല ലൈറ്റ് ആണെങ്കിലും അടിപൊളി കളേഴ്സ് ആട്ടോ. ചിലപ്പോൾ ചിലർക്ക് ഇച്ചിരി ലൈറ്റായിട്ടോ ഇല്ലെങ്കിൽ ഇച്ചിരി ഡാർക്കായിട്ടോ ഒക്കെ കാണിക്കും, പക്ഷെ നേരിട്ട് കാണാൻ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിന് ബോട്ടം ലൈനിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് വരുന്നത്. ഇതിൻ്റെ നമ്പർ W918, റേറ്റ് 1390.